അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ വ്ളോഗ് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു 2-3 ദിവസമൊക്കെ ആയിന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി മുതലുള്ള വ്ളോഗാണ്. റിഹാൻ ഇതാ അവൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് അലക്കി എന്താ പറയുക തോരിയിടുകയാണ് കേട്ടോ. അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും. ആൻകുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വന്നതും ഭയങ്കര ദാഹം പറഞ്ഞിട്ട് ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ കുടിക്കണുണ്ട്. അപ്പോൾ ഞാൻ ഇരുന്ന് കൂടിയെന്ന് പറഞ്ഞതും അവൻ വേഗം അതിൻ്റെ മേലെ കയറി ഇരുന്ന് കുടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നല്ല ഡിന്നറൊക്കെ ഉണ്ടാക്കണം. പിള്ളേരവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ വോയിസ് ഓവർ കൊടുക്കൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം മട്ടൺ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കൊത്തിറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു. മട്ടൻ്റെ കൊത്തി തരും. അധികം ഫാറ്റൊന്നും ഇല്ലാത്ത ഇറച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇറച്ചി കൊണ്ടാണ് നമ്മൾ കബാബാണെങ്കിലും ഇറച്ചി വടയാണെങ്കിലും ഉണ്ടാക്കുക. കബാബിൻ്റെ നാടൻ വേർഷനായിട്ടാണ് എനിക്ക് ഇറച്ചി വടനെ തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഡിന്നർ ആവാൻ ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 1.5 പീസ് ന്യൂഡിൽസ് ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞ് തൽക്കാലം വിശപ്പടക്കാൻ 2 പേർക്കും ചെറിയൊരു സോസറിൽ കൊടുക്കാനുണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡിന്നറിന് ആവശ്യമുള്ള വലിയുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ന്യൂഡിൽസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനൊന്ന് ഇളക്കിയെടുത്ത് ആൺകുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിന്നറിന് നല്ല സിമ്പിളായിട്ടുള്ള 2 റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്ന് ഭയങ്കര സിമ്പിളാണ്, എന്ന് നല്ല ടേസ്റ്റാണ്. പിന്നെ മറ്റേത് കൊത്തിറച്ചി വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഇറച്ചി വട കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അയാൻക്കും റിഹാൻക്കും കൂടെ ഞാൻ കൊടുത്തു കേട്ടോ. ഒരു ചെറിയ പീസ് വായിലിടാൻ നോക്കിയപ്പോൾ സ്പൂണിൽ കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ അങ്ങ് ഇട്ടു. എനിക്കിഷ്ടമാട്ടോ ന്യൂഡിൽസ് കഴിക്കാൻ. അങ്ങനെ പിള്ളേർ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വേഗം വന്ന് നന്നാക്കി എടുത്ത ഉള്ളിനൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ 2 ഡിഷിനും വലിയുള്ളി ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 3 വലിയുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്. അയ്യോ, ഇനിയിപ്പോൾ ഉള്ളിജിനി എന്ന് പേര് വീണ്ടും വരുമോ? അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ കഴുകി വെച്ച കൊത്തിറച്ചിന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരണം. കൊത്തിറച്ചി ഒന്ന് അരച്ചെടുത്താലേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ട് വട തട്ടിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിലോട്ട് ഞാൻ ഒരു വലിയുള്ളി വലുതായിരുന്നു ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ മട്ടൻ മസാല ഉണ്ടായതുകൊണ്ട് അത് ചേർത്തു. ഇല്ലെങ്കിൽ ഗരം മസാല ഒരു 1/2 സ്പൂൺ ചേർത്തിയാൽ മതി കേട്ടോ. മട്ടൻ മസാല 1 സ്പൂൺ ചേർത്തിയോണ്ട് ഞാൻ ഗരം മസാല 1/4 സ്പൂണേ ചേർത്തുള്ളൂ. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മട്ടൻ്റെ കൂടെ ഈ മസാലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തേങ്ങയും പൊട്ടുകടലയില്ലേ അതും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താലും മതിയാവും കേട്ടോ ഈ സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ആ ഒരു മസാല റെഡിയാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തിക്ക് ആവശ്യമുള്ള ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മളിവിടെ ആശീർവാദിൻ്റെ പൊടിയാണ് കേട്ടോ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ മില്ലിൽ പോയി മേടിക്കും. അങ്ങനെ എന്തെങ്കിലുമാണ് കേട്ടോ ചെയ്യുക. ഇപ്പോൾ കുറേ കാലമായിട്ട് ആശീർവാദ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വ്ളോഗ് ചെയ്യുമ്പോൾ കമൻറ്റ് വായിക്കുന്നത് വേഗം മടുത്തു പോകുന്നു, കാണാൻ ഒരു മൂഡും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കമൻറ്റ് ഇനി വായിക്കുന്നതിന് പകരം ഞാൻ അതിനെ റിപ്ലൈ ആക്കിയിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. അതായത് കമൻറ്റ് ഞാൻ വായിച്ചിട്ട് പിന്നെ അതിനെ റിപ്ലൈ തരിക കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സ്റ്റെക്ക് മോഡ് ഇവിടെ വരില്ലല്ലോ. മറ്റേ സ്റ്റെക്ക് ആയതുകൊണ്ടായിരിക്കും പ്രശ്നമാകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചപ്പാത്തിക്ക് ആവശ്യമുള്ള ഒരു കറി ഇവിടെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. വെളിച്ചെണ്ണയിലോട്ട് ഇതുപോലെ കടുകും ജീരകവും വലിയുള്ളിയും മല്ലിയിലയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ആവശ്യമുണ്ട്. ഇന്ന് ഞാൻ പകൽ ടൈമിലാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിറയെ വണ്ടികളുടെ സൗണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇനിയിപ്പോൾ എന്താണ് മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മസാലയുടെ പച്ച മണമൊക്കെ മാറിയിട്ട് വരട്ടെ. ഇനി നമുക്ക് നല്ല കട്ട തൈര് അവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മസാല അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ദഹി റെഡി ആയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ചപ്പാത്തിക്ക് ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. പിന്നെ മല്ലിയിലയും അതുപോലെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വയ്ക്കുക.
ഇനി നമുക്ക് നമ്മുടെ ഇറച്ചി വടയ്ക്ക് ഒന്ന് തട്ടിയെടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇന്ന് നല്ല സമയമാകും. പിള്ളേരോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം സമയമാകും എന്നുള്ളത്. പക്ഷേ ഞാൻ സ്പെഷ്യൽ ഉണ്ടായിത്തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ക്ഷമയോടിരുന്നോളും. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീൻ വറുക്കേണ്ട രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഓരോ വടയായിട്ട് കയ്യിലിതാ നമ്മൾ പരിപ്പ് വടയ്ക്കും കട്ട്ലറ്റിനൊക്കെ ആക്കിയെടുക്കില്ല, അതേപോലെ ആക്കി എടുക്കുക. ഓരോന്ന് വെച്ച് കൊടുക്കുക. ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ, തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്നോട് ഈ ഒരു ചട്ടി എപ്പോഴും ചോദിക്കാറുണ്ട് ആൾക്കാർ, എവിടെ നിന്ന് മേടിച്ച് എത്ര രൂപ എന്നുള്ളതൊക്കെ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതാ ഈ ഒരു വീഡിയോൻ്റെ സൈഡിൽ കൊടുക്കുക. ആവശ്യമുള്ളവർ കയറി വാങ്ങിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കൊടുക്കാൻ മറന്നാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഭയങ്കര മറവിയാണ്. അപ്പോൾ ഇതാ ഞാൻ അവിടെ ഇറച്ചി വടയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ തന്നെ കേട്ടോ. പിന്നെ നമുക്ക് കുറേ ഹാർട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ റെസിപ്പീസൊക്കെ നല്ല അടിപൊളിയാണ്, അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ. താങ്ക് യു സോ മച്ച്, ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ സേങ്ങി ചിരിക്കുന്നത്? അതെന്താ സേങ്ങി എന്ന് പറഞ്ഞാൽ എന്താ? തേങ്ങി എന്നാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എന്തായാലും നമ്മുടെ വടയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അരച്ച ഇറച്ചി ആയതുകൊണ്ട് വേവില്ല എന്നുള്ള ടെൻഷനേ വേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലേക്ക് തൂവി നമുക്കിത് എന്താ പറയുക, ആ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റുക. നല്ല ചൂടോട് കൂടി ഇച്ചിരി നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിച്ചിട്ടുണ്ടല്ലോ, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഇതായിരുന്നു ചപ്പാത്തി, പിന്നെ അതുപോലെ ഇറച്ചിവട, ദഹി. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ ഇച്ചിരി പിക്കിളോ വലിയുള്ളിയോ പച്ചമുളകോ ഒക്കെ ചേർത്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടാണ് കഴിക്കാറ്. ഇതുപോലെ അങ്ങ് എടുക്കും, എന്നിട്ട് ഒരൊറ്റ കഴിക്കൽ. ആഹാ, എനിക്ക് പൊതുവേ ഇഷ്ടമാണ് കേട്ടോ നോർത്ത് ഇന്ത്യൻ ഡിഷുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ചപ്പാത്തിൻ്റെ കൂടെ ഈ തൈര്, അച്ചാറ്, ഉള്ളി, പച്ചമുളക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ഏതൊക്കെയോ ഫിലിമിൽ അമിതാഭ് ബച്ചനൊക്കെ ഇങ്ങനെ പിക്കിളൊക്കെ കൂട്ടി കഴിക്കണ കാണുമ്പോഴേ നമ്മുടെ വായിലിങ്ങനെ വെള്ളം വരും. അത്രയും ടേസ്റ്റിലാണ് കേട്ടോ അവർ കഴിക്കുന്നത്. അങ്ങനെ ഇതാ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സേങ്ങി ചിരിക്കുന്നത് എന്നാണല്ലോ പറഞ്ഞു നിർത്തിയത്. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ചിരിയല്ലേ. ഞാൻ പൊതുവേ ചിരിച്ച എന്താ പറയുക, ഒന്നുമില്ല ഈ കോഴി ചിക്കിപ്പാറുന്ന പോലെ ഉണ്ടാവും, ഇല്ലെങ്കിൽ സ്റ്റാർട്ടാവാത്ത വണ്ടി സ്റ്റാർട്ടാക്കുന്ന പോലെ ഉണ്ടാവും. അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, അതൊക്കെ വിട്. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ എന്താണ് കുറച്ചും കൂടെ വർക്കൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് നിങ്ങളുടെ വീഡിയോ കാണാറില്ല, കാരണം കുറച്ച് ഓവറായതുകൊണ്ട്. എന്താണ് മുത്തേ ഓവറായത്? എന്തായാലും ഇനി കാണാൻ ശ്രമിക്കുക, നമ്മളെ ഇഷ്ടപ്പെട്ട കാണാൻ ശ്രമിക്കുക. ഞാൻ നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ. എങ്ങനെയാണ് ഒരാൾ ഫുഡ് കഴിക്കുന്നതിന് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയണത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ സ്പീഡാക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് പലർക്കും ആർത്തി പിടിച്ച് കഴിക്കണ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അല്ലാണ്ട് നമ്മളിങ്ങനെ സ്ലോ മോഷനിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറിൻ്റെ വീഡിയോ ഒക്കെ ആയിരിക്കും കേട്ടോ നിങ്ങളുടെ മുന്നിൽ എത്തുക. അതുകൊണ്ട് നമ്മൾ സ്പീഡാക്കുമ്പോൾ അങ്ങനെയൊക്കെ ഫീൽ ആവുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ആർത്തി പിടിച്ച് കഴിക്കുകയൊന്നുമല്ല. പിന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നാൽ അവനക്ക് നല്ല വിശപ്പുണ്ടാവും. കാരണം അവന് രാവിലെ അങ്ങനെ ഫുഡ് കഴിക്കില്ല, ഉച്ചയ്ക്കും അങ്ങനെ കഴിക്കില്ല. പിന്നെ രാത്രി വന്നതും ഇങ്ങനെയൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അവനക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അവൻ കഴിക്കട്ടെ വിടുന്നേ. അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ്, നേരത്തെ ആ കുട്ടിയിട്ട കമൻറ്റ് ഉണ്ടല്ലോ കുറച്ച് ഓവറായതുകൊണ്ട് എന്നുള്ളത്. പൊതുവേ നമ്മുടെ സമൂഹത്തിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി അയാളുടെ ഇഷ്ടങ്ങൾ എടുത്തുകൊണ്ട് പബ്ലിക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അയാളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് കൂടുതൽ പേരുണ്ടാവുക. എല്ലാ പബ്ലിക്കിൻ്റെ ഇഷ്ടത്തോടെ അവർ ജീവിച്ചു കഴിഞ്ഞാൽ പബ്ലിക്ക് കംപ്ലീറ്റ്, അല്ലെങ്കിൽ കുടുംബക്കാർക്ക് കംപ്ലീറ്റ് അവരെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഞാനിത് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്ത് നടക്കുന്ന ആളോ എപ്പോഴും ഞാൻ ഡീസൻ്റായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് നടക്കുന്ന ഒരാളാണ് എനിക്ക് അങ്ങനെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഒരിക്കലും ഞാൻ അവിടെ കാണിച്ച് ഇവിടെ കാണിച്ച് ഇങ്ങനെയൊന്നും ഞാൻ നടക്കാറില്ല. പിന്നെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സ് മാത്രമായിട്ടാണ് ഞാൻ കാണാറുള്ളത് കേട്ടോ. ഞാൻ ഒരിക്കലും പോയിട്ട് നീ അത് ചെയ്തത് ശരിയായിട്ടില്ല, നീ ഇത് ചെയ്തത് ശരിയായിട്ടില്ല, ഇങ്ങനെയൊന്നും ഞാൻ പറയാൻ നിൽക്കാറില്ല. അത് അയാളുടെ ഇഷ്ടമല്ലേ എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. എൻ്റെ വ്ളോഗ് കാണുന്ന പല ആൾക്കാരും നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ
ചെയ്യുമ്പോൾ അത് ഞാൻ കുറച്ച് ഓവർ ആണ് എന്ന് പലർക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ കമൻ്റ് ഇടുന്ന കുട്ടി പോലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഒരു ലൈഫേ ഉള്ളൂ. ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ സന്തോഷമാക്കിയിട്ട് നമ്മൾ ജീവിക്കുക. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത്? നമ്മൾ വിചാരിക്കും അവരൊക്കെ എന്താ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നു, എന്നിട്ട് അവരവരുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ തന്നെ. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെ ഇനി എൻ്റെ കുറേ വർക്കുകൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അരി ഉഴുന്ന് ആട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നു. വെള്ളം ഒന്ന് ചൂടാക്കി ഒഴിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ കിണർ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. നമ്മുടെ പണ്ടത്തെ ഫ്ലാസ്ക് യൂസ് ചെയ്യാറില്ല. ഈ കുഞ്ഞു 2 ഫ്ലാസ്കിൽ മാത്രം വെള്ളം നിറച്ച് വയ്ക്കും കേട്ടോ. അങ്ങനെ അരി ഉഴുന്നു ആട്ടി എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം വർക്കൊക്കെ ഫിനിഷാക്കിയിട്ട് എനിക്ക് അടുക്കളയിൽ നിന്ന് പോവാം. ഇനിയിപ്പോൾ നാളത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി കേട്ടോ. അതേപോലെ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് കോടതിപ്പടിയിലുള്ള ഒരു കടൻ്റെ പേര് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു കുട്ടി. ഇൻഷാല്ലാ ബിറ്റാണല്ലേ അവിടെ. പക്ഷേ എനിക്ക് ബിറ്റുകളുണ്ടല്ലോ എടുത്തിട്ട് അടുപ്പിക്കൽ ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യണത് ഇതുപോലത്തെ ടോപ്സുകൾ മാത്രമാണ്. അത് കുറച്ച് ലൂസിൽ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടാണ് അതിന് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ബിറ്റ് ശരിയാവില്ല. എന്നാലും ഞാൻ കയറി വെക്കാം കേട്ടോ. എനിക്ക് കാര്യമായിട്ട് അയച്ചു തന്ന കമൻ്റ് അല്ലേ. എന്തായാലും താങ്ക് യു സോ മച്ച്. പിന്നെ കുറേ ഹാർട്ട് ഉണ്ട്, സൂപ്പർ പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് ചിക്കൻ എഴുതി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കണം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടുക്കളയൊക്കെ ക്ലോസ് ചെയ്ത് ഞാൻ പോയി പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ കാണിക്കുക. ഈ പറഞ്ഞ പോലെ ചിക്കന് എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മുത്തേ. ഞാൻ ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ. ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും ഷോർട്ട് വീഡിയോ ഇടാം. ഓക്കെ. പിന്നെ ഇത്താൻ്റെ പായസത്തേക്കാൾ എനിക്കിഷ്ടമായത് അതൊഴിച്ച വൈറ്റ് പാത്രമാണ്. അതൊരു കാസറോളാണ്. എൻ്റെ കയ്യിൽ പായസം സെർവ് ചെയ്യാനുള്ള ഒരു ബൗളൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുവേ ബൗളുകൾ കംപ്ലീറ്റ് പൊട്ടി. പൂച്ചാശാനി ഇരിക്കണ കണ്ടില്ലേ മേലെ. എൻ്റെ കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടല്ലോ കയ്യിൽ നിന്ന് വീണ് പൊട്ടൽ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ പണി. എല്ലാതും ഗ്ലാസ് പൊട്ടി, പ്ലേറ്റ് പൊട്ടി, ബൗളുകൾ 2-3 പൊട്ടി. ഒരാഴ്ച കംപ്ലീറ്റ് പൊട്ടൽ തന്നെ പൊട്ടൽ. കുറേ കാലമായി പൊട്ടൽ അധികം ഉണ്ടായിരുന്നില്ല. അതിൽ എൻ്റെ കുറേ ബൗളുകളൊക്കെ പോയ കാരണം ഞാൻ കാസറോളിലാക്കിയെന്ന് മാത്രം കേട്ടോ. അങ്ങനെ അയാൻകുട്ടി അവിടെ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ജിമ്മ് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കുട്ടിക്ക് നല്ല ബുദ്ധി വന്നല്ലോ, പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അവൻ അവിടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഓക്കെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ഒരു ഇത് പറയണ്ടേ, നല്ലല്ലേ എല്ലാവർക്കും അത് ചെയ്യാനുള്ള ഒരു ഇത് വരുള്ളൂ. അങ്ങനെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. അതേപോലെ വ്ളോഗ് കണ്ടപ്പോൾ മൂഡ് ഓഫ് മാറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തോ പറ്റുമുത്തെ മൂഡ് ഓഫ് ആവാൻ കാരണം എന്താ? പിന്നെ നമ്മുടെ പൈനാപ്പിൾ പായസം ഇഷ്ടപ്പെട്ടോ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഞാനത് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഇടാം. പിന്നെ ന്യൂ വീട് വെക്കാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇൻഷാല്ലാ ന്യൂ വീട് വെക്കണം. പക്ഷേ എപ്പോഴാ എന്താ എന്നൊന്നും നമ്മൾ പരിപാടി ആക്കിയിട്ടില്ല. ആഗ്രഹമുണ്ട് ഇനിയൊരു വീട് കെട്ടുമ്പോൾ അതൊരു ഡ്രീം ഹൗസ് ആയിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഭയങ്കര വലിയ വീടിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. ഉള്ള വീട് നല്ല സൗകര്യത്തിൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാത്തൊരു വീട്, എനിക്ക് അതാണ് ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്. ഈ വീട്ടിൽ എൻ്റെ വീടിനെക്കാട്ടിലും സാധനങ്ങളാണ്. അത് ഞാൻ ഒതുക്കി വെക്കാൻ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് കേട്ടോ. പക്ഷേ ഇനി ഒരു വീട് കെട്ടുമ്പോൾ ഞാൻ മാക്സിമം ഫോൾഡിങ് ടൈപ്പ് സാധനങ്ങൾ, കട്ടിലാണ് എനിക്ക് കട്ടിലടക്കം ഫോൾഡ് ചെയ്യണ കട്ടിൽ മേടിക്കാനാണ് ആഗ്രഹം, അങ്ങനെ സെറ്റ് ചെയ്യാനാണ് ആഗ്രഹം. പിന്നെ ടേബിൾ ആണെങ്കിലൊക്കെ ഫോൾഡിങ് ടൈപ്പ്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഓപ്പൺ ആക്കി യൂസ് ചെയ്യുക, ഫോൾഡ് ചെയ്ത് വെക്കുക. ഞാൻ അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ഒക്കെ സേവ് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ ഈ ബാത്റൂമിൻ്റെ ഒരു ടിപ്സിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭാവിയിൽ നമുക്ക് വീട് കെട്ടാൻ ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠിച്ചവൻ നമുക്കൊരു സംഭവം ഉണ്ടാക്കി തരുമ്പോൾ നമുക്കത് യൂസ്ഫുൾ ആവുമല്ലോ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കിച്ചൺ അതിൽ എൻ്റെ അഭിപ്രായം മാത്രമായിരിക്കും കേട്ടോ. കിച്ചൺ അത് എൻ്റെ ഒരു വേൾഡാണല്ലോ. അപ്പോൾ ഞാൻ ഇക്കാനോട് പറയും കിച്ചണത്തെ എന്ത് സംഭവങ്ങളും അത് ഞാൻ മാത്രം തീരുമാനിക്കുക, അതെനിക്ക് വിട്ടു തരണം, അത് എൻ്റെ കംഫർട്ട് മാത്രം നോക്കിയിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പറയാറുള്ളത്. എന്തായാലും നമുക്ക് വീട് കെട്ടാനുള്ള ഒരു ഇത് പഠിച്ചവൻ ഉണ്ടായി തരട്ടെ അല്ലേ. അപ്പോൾ
ഞാൻ ചായ എല്ലാം കൊണ്ടുവച്ചു. ചായയിൽ കോൺഫ്ലെക്സ് ഇട്ടിട്ട് ഞാനും കഴിച്ചിട്ടോ. അവൻ കോൺഫ്ലെക്സ് ഇടുകയാണെങ്കിൽ അപ്പോൾ എനിക്കും ഇടാൻ തോന്നും. പിന്നെ ഇതാ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ചമ്മന്തിയൊക്കെ അരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതാ വേഗം ദോശമാവൊക്കെ എടുത്ത് ഒന്ന് അധികം പൊളിച്ചിട്ടില്ല. കുറച്ചൊരു തണുപ്പല്ലേ ഇപ്പോൾ, പക്ഷെ പകലൊക്കെ ചൂടുണ്ട്, രാത്രി കുറച്ചൊരു തണുപ്പ് എന്ന് പറയാനൊന്നും പറ്റില്ല. AC ഇട്ടിട്ടൊക്കെയാണ് കിടക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ റൂം ഭയങ്കര ചൂടാണ് കേട്ടോ, കുട്ടികളുടെ ഒന്നും അത്രയില്ല. അങ്ങനെ ഇതാ ഞാൻ ചട്നി ആക്കാനുള്ള വലിയുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തയുടെ നാട് എവിടെ ചോദിക്കുന്നുണ്ട്. എൻ്റെ സ്വന്തം നാടാണെങ്കിൽ മണ്ണാർക്കാട് അലനല്ലൂർ ചുണ്ടോട്ട് കുന്നാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെ പാലക്കാട് കഞ്ചിക്കോട് ചുള്ളിമടയാണ് കേട്ടോ. പാൽ എന്തിനാണ് അരിക്കുന്നത്? ഞങ്ങളൊന്നും അരിക്കാറില്ല. പാലിൽ ചില സമയത്തുണ്ടല്ലോ, ചില സമയത്ത് പൊടി, പശുവിൻ്റെ രോമം അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അതെല്ലാം വയറ്റിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അത് പണ്ട് മുതലേ നമ്മൾ അരിച്ചരിച്ച് ശീലിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാലരിക്കുന്നത്. അതേപോലെ എന്നോട് എന്തിനാണ് വൈകുന്നേരം അടിച്ചു വാരണത്? ഇത് രണ്ടും ഞാൻ കുറേ കാലങ്ങളായി ശീലിച്ചു വന്ന കാര്യങ്ങളാണ്. പാല് എന്നും എന്തിനും ഗ്ലാസ്സിൽ അളന്നൊഴിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. നമുക്ക് കുറേ കാലമായിട്ടുള്ള ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ ദോശ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ദോശ ആക്കി കൊടുത്തു. അയൻകുട്ടിക്ക് ദോശയുടെ സൈഡിൽ തന്നെ ചമ്മന്തി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഈ ഒരു ചമ്മന്തി അരച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിയും, ചെറിയുള്ളി, വലിയുള്ളി, ഒരു വെളുത്തുള്ളി, ചെറിയൊരു പീസ് പുളിയും ഉപ്പും കാശ്മീരി ചില്ലി പൗഡറും കറിവേപ്പിലയും അല്ലെങ്കിൽ മല്ലിയില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്ത ചമ്മന്തിയാണ്. പേസ്റ്റ് പോലെ ഒന്നും അരക്കരുത് കേട്ടോ, ഇടയ്ക്ക് കടിക്കാനൊക്കെ വേണം. അതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ചമ്മന്തിയാണ്. ഇത് റിഹാനിക്കും അയാനിക്കും ആക്കി. അയാനിക്ക് ദോശയുടെ സൈഡിൽ വെച്ചു, റിഹാനിക്ക് പിന്നെ ആ ഒരു ഡബ്ബയിൽ മതി പറഞ്ഞിട്ട് അങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ രണ്ടുപേരും അവരുടെ എന്താ പറയുക ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് ഇനി അവർ പോകും. ആക്ച്വലി ഈ ഒരു വീഡിയോ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ്. എനിക്കിത് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, അതാണ് ഇത്രയും വൈകിയത്. അങ്ങനെ പിള്ളേരിനെ ഗേറ്റ് വരെ ആക്കാൻ ഇന്ന് ഞാനും കൂടെ പോയി. ഇടയ്ക്ക് എനിക്കൊരു റീഫ്രഷ് അല്ലേ, അങ്ങോട്ടേക്ക് ഒന്ന് പോയി ഒന്ന് എത്തി നോക്കി നമ്മുടെ നാടൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തിനൊക്കെയോ പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ച് കുട്ടിയും കുറേ വായടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ കസിൻ്റെ മോനാണ്. പിന്നെ കൊതിയാവുന്നു ജിനിത്ത, ഇതൊക്കെ കഴിക്കാൻ ഒരു ദിവസം ഞാനും വരട്ടെ, ഇൻഷാല്ലാ വന്നോളൂ കേട്ടോ. ഇന്ന് ഫ്രൈഡേ ഞങ്ങൾക്കും ബിരിയാണിയാണ്. ഫ്രൈഡേ ഇവിടെ ബിരിയാണി വെക്കാറില്ല, നമ്മളിവിടെ ചോറ് എന്താണോ ഉള്ളത് അത് വെക്കും. നമ്മളിവിടെ ഞായറാഴ്ചയാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത്. കാരണം ഞായറാഴ്ച ആർക്കും ഓഫീസും അതുപോലെ ജോബും കുട്ടികൾക്കാണെങ്കിൽ സ്കൂളും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞായറാഴ്ച പൊതുവെ എല്ലാവർക്കും ഒഴിവുള്ള ഒരു ദിവസം. അന്ന് പതിയെ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിച്ച് അങ്ങനെ ഒരു വൈബല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ണൂർ, കോഴിക്കോട് ആ ഒരു ഏരിയയിൽ, മലപ്പുറം ഏരിയയിലൊക്കെ ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ബീഫും തേങ്ങാച്ചോറും, അല്ലെങ്കിൽ ബീഫ് മോരുകറി, അല്ലെങ്കിൽ ബിരിയാണി, നെയ്ച്ചോറ്, ചിക്കൻ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന തോന്നുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരെ ഞായറാഴ്ചകളിലാണത്. ഗൾഫിലുള്ള ആൾക്കാർക്ക് എന്തായാലും വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അവർക്ക് ബിരിയാണി തന്നെ മസ്റ്റ് എന്ന് തോന്നുന്നത്. കാരണം അവർക്ക് അന്ന് ഓഫല്ലേ, അതുകൊണ്ടായിരിക്കാം. പിന്നെ പ്രഗ്നൻസി ടൈമിൽ പൈനാപ്പിൾ പായസം കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ മുത്തേ. എന്തായാലും ഡോക്ടറിൻ്റെ അടുത്തൊന്ന് ചോദിച്ചിട്ട് നീ അത് കഴിച്ചാൽ മതി, ഉണ്ടാക്കി നോക്കിയാൽ മതി. നമുക്കറിയില്ല, പണ്ടുള്ളവരിങ്ങനെ പപ്പായ കഴിക്കാൻ പാടില്ല, പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമുക്കത് മൈൻഡിലോട്ടൊരു ഇതല്ലേ. അങ്ങനെ എല്ലാവരുടെയും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹായ് ജിനി, ഒരുപാട് ഇഷ്ടം, താങ്ക് യു സോ മച്ച്. ഞാൻ എങ്ങനെയാണോ അതേപോലെ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി കേട്ടോ. ഒരു മനുഷ്യൻ്റെ എന്താ പറയുക, അയാളുടെ എല്ലാ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അറിഞ്ഞിട്ട് അയാളെ ഇഷ്ടപ്പെടണമെങ്കിൽ അതൊരു ഭാഗ്യമാണ് അല്ലേ ലൈഫിൽ. എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് പിന്നെയാണ് കേട്ടോ എനിക്കത് തോന്നിയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ, ഇപ്പോൾ നമ്മുടെ ജാസ്മിൻ ജാഫർ, എത്ര പേര് അവരെന്ന് പറയണ്ടല്ലോ, ആ കുട്ടീനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അവളുടെ സ്റ്റാൻഡിൽ തന്നെ നിന്നിട്ട് ഇങ്ങനെ പോയി ഇപ്പം അവളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് അവൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ലൈഫിൽ. എന്നിട്ട് അവളുടെ
അവളുടെ ആഗ്രഹങ്ങളും ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിനെ ആ ഒരു വ്യക്തിയുടെ ആംഗിളിലും കൂടെ നമ്മൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഈ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ. അപ്പോൾ എന്തായാലും എനിക്കും നല്ല ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. ഓക്കെ, ഉപ്പുവെള്ളത്തിന് നമ്മളിപ്പോൾ വാട്ടർ ഫിൽറ്റർ വെച്ചിട്ടില്ല. പൊതുവേ ഞാൻ എന്തും ഇങ്ങനെ ചോദിക്കുമ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ട, പിന്നെ മതി എന്നുള്ളൊരു ഇത് പറയും കേട്ടോ. നമ്മുടെ ഈ വീട് ഏകദേശം എന്താ പറയുക 30-31 വർഷമായി. നമ്മളിതിൽ അങ്ങനെ ഉപ്പുവെള്ളത്തിന് വേണ്ടി വാട്ടർ ഫിൽറ്ററൊന്നും വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ വെച്ചിട്ട് വലിയ കാര്യമില്ല, കേടുവരേണ്ടതൊക്കെ കേടുവന്ന് കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അതിൽ കുറേ ക്യാഷ് ചിലവാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ എപ്പോഴും എൻ്റെ ഫേവറേറ്റ് വീട് തന്നെയാണ് കേട്ടോ ഇത്. ഇതിൽ നിൽക്കുന്നൊരു കംഫേർട്ട് എനിക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല. നമ്മൾ പണ്ട് കോഴിക്കോട് പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 2 മാസമൊക്കെ അവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ ഞാൻ വന്ന് കിടന്നപ്പോൾ ഉണ്ടല്ലോ, രാത്രി ഞാൻ സുഖമായിട്ട് ഉറങ്ങി. അതാണ് നമ്മുടെ വീട് എങ്ങനെയാണോ എങ്ങനെയല്ലേ ഇതൊന്നുമല്ല, നമ്മൾ അവിടെ സ്വർഗ്ഗമാണ്. നമുക്ക് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ ബർക്കത്തും സമാധാനവും എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ നമ്മൾ ഇനിയിപ്പോൾ വാട്ടർ ഫിൽറ്റർ ഒന്നും വെക്കുന്നില്ല. കാരണം ബാത്റൂം ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവിടെയും ഈ ഉപ്പുവെള്ളത്തിൻ്റെ കറയൊക്കെ തട്ടിയിട്ട് ഏകദേശം മോശമായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ജിനി പാവമാണെന്ന് എനിക്ക് തോന്നിയത്. സൂപ്പർ ഫാമിലി, മാഷാല്ലാ. ഓക്കെ, താങ്ക് യു. അതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുന്ന ദിവസം ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിട്ടൊരു കമൻറ്റ് കണ്ടു കേട്ടോ. ഞാൻ വീട്ടിൽ ഗസ്റ്റ് വരുന്ന ദിവസം എന്ന് മാത്രമല്ല, ഒരുപാട് കുക്ക് ചെയ്യുന്ന ദിവസം, അതിനിപ്പോൾ വീട്ടിലാണെങ്കിൽ കൂടെ എനിക്ക് അന്ന് ഭയങ്കരമായിട്ടൊന്നും ഫുഡ് കഴിക്കാൻ പറ്റാറില്ല കേട്ടോ. ഗസ്റ്റ് വരുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ട്, എല്ലാ സമയത്തിനാവൂലേ എന്നുള്ളൊരു ടെൻഷൻ, കേട് വരൂലേ എന്നുള്ള ടെൻഷൻ ഈയിടെ ആയിട്ട് ഉണ്ടാവാറില്ല. കാരണം കുക്ക് ചെയ്ത് പഴക്കം വന്നു എന്ന് പറയില്ലേ, അങ്ങനെ. ഇനിയിപ്പോൾ കണ്ണടച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും ശരിയാവും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നെ വരില്ലേ, അങ്ങനെ ഒരു സംഭവം എനിക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് കുക്ക് ചെയ്തുകൊണ്ടായിരിക്കാം മേ ബി അത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. ജിനി ഹൈറ്റ് എത്രയാണ്? ഈ ഡ്രസ്സ് സൂപ്പറാണ്. എനിക്ക് ജിനി ഈ ഡ്രസ്സിൽ വളരെ ഇഷ്ടമാണ്. എനിക്ക് കുക്കിംഗ് വളരെ ഇഷ്ടമാണ്, ചിക്കൻ വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കാൻ. ഓക്കെ, താങ്ക് യു മുത്തേ. ഞാൻ ഹൈറ്റ് 161 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 5.3 ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാവാൻ പറ്റുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 61 to 65, അതിൻ്റെ ഇടയിലേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ എനിക്കും ആ ഡ്രസ്സ് നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്ത് നല്ല മരുമകൾ, ഭാഗ്യം ഇത്ര നല്ലൊരു മരുമകളെ കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കമൻറ്റ് കണ്ടു. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും എനിക്ക് എൻ്റേതായ സ്പേസ് ഉണ്ട്, ഉമ്മാൻ്റേതായ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെടാറില്ല. നീ അത് ചെയ്യണ്ട, നീ ഇത് ചെയ്യ്, നീ അങ്ങനെ ആക്ക്, നീ ഇങ്ങനെ ആക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറയാറില്ല. എന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിന്, അടുക്കളയാണെങ്കിലും എൻ്റെ കുക്കിംഗ് ആണെങ്കിലും ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അരി അടക്കം അളന്നെടുത്ത് കൊടുക്കുന്ന ഒരു പ്രവണത കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് അവിടെ ഒട്ടും കംഫേർട്ട് ഇല്ലാത്തൊരു അവസ്ഥ വരിക. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിന് വിട്ടേക്കുവാണ്. ഞാൻ എന്താണോ അത് അവർ ഓക്കെയാണ്, അങ്ങനെയാണ് കേട്ടോ. എന്തായാലും അങ്ങനെ ആയതിൽ എനിക്ക് നല്ലൊരു സമാധാനമുണ്ട്. എന്തായാലും കുറേ പേര് നമ്മൾ തന്നെ പുറത്തു പോകുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒന്നിച്ചിരുന്ന് കഴിക്കണത് കാണുമ്പോൾ അവർക്ക് അതിശയം തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. അങ്ങനെ പറയണമെങ്കിൽ അവരുടെ ഫാമിലിയിലൊന്നും അതില്ല എന്നത് തന്നെയല്ല അർത്ഥം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൂടി ഉള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് കഴിച്ച് സംസാരിച്ച്, ഇത് നമ്മുടെ എല്ലാവരുടെയും കൂടി ഒരു ടൈമാണ് കേട്ടോ. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുമുണ്ട്. അങ്ങനെ ഇതാ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഒന്ന് അടിച്ചു വാരാൻ വേണ്ടി പോയിട്ടുണ്ട്. ഫ്രണ്ട് ഏരിയയൊക്കെ ഒന്ന് അടിച്ചു വാരി, മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം. ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ കറി ഉണ്ട്, നമുക്ക് മട്ടൺ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കണം. കുറച്ച് മട്ടൺ ബാക്കിയുണ്ട്. അന്ന് മേടിച്ചതിൻ്റെ ഫ്രീസറിൽ ഞാനൊരു 1/4 കിലോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു ഗ്രേവി ടൈപ്പ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കണം.
അതേപോലെ ഉമ്മാനും ഉപ്പാനെയും നോക്കുമ്പോൾ വളരെ സന്തോഷം, മനസ്സിന് ഭയങ്കര സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു. എനിക്ക് തോന്നുന്നില്ല വയസ്സായ ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നാത്തൊരു കാര്യമാണ് കേട്ടോ, ഒട്ടും തോന്നാത്തൊരു കാര്യമാണ്. എനിക്ക് അതിലോട് തീരെ താല്പര്യമില്ല. ഇവിടുത്തെ ഉമ്മാൻ്റെ ഉമ്മാനെ അടക്കം ഞാൻ വിളിക്കാറുണ്ട്, പക്ഷെ 34 തറവാട് വിട്ട് വരൂല കേട്ടോ. അതാണ് നമ്മളോട് എപ്പോഴും പറയാറ്, നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഇവിടെ വന്ന് നോക്കിയാൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മളോട് സംസാരിക്കാറ്. അപ്പോൾ എന്തായാലും ഞാനിതാ എല്ലാവിടെയും ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊതിപ്പിക്കല്ലേ, ഞാൻ അങ്ങോട്ട് വന്ന് ചിക്കൻ കറി കിട്ടുമോന്ന് ഇല്ല, അന്ന് ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ കിട്ടൂല. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരിക. അത് നേരത്തെ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ കേട്ടോ, അതും കൂടെ പറയാം. അതേപോലെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നാ ചോദിച്ചിട്ടുണ്ട്. മാർച്ച് 25-നാണ് കേട്ടോ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി. എൻ്റെ ബർത്ത്ഡേ മാർച്ച് 13-നാണ്. ആൻകുട്ടിൻ്റെ ബർത്ത്ഡേ മാർച്ച് 16-നാണ്. റിഹാൻ്റെ ബർത്ത്ഡേ ഫെബ്രുവരി 14-നാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം. പിന്നെ എൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, കമൻറ്റ് ഇടാറുണ്ട്. കമൻറ്റ് ഞാൻ കാണാറുണ്ട്. താങ്ക് യു സോ മച്ച്. പൈനാപ്പിൾ പായസം സൂപ്പർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ FBയിലുള്ള കമൻറ്റ്സാണ് കേട്ടോ അപ്പോൾ മെൻഷൻ ചെയ്യുന്നത്. സെയിം അവസ്ഥ, കൂടുതൽ നേരം കുക്ക് ചെയ്താൽ അന്ന് വയറ് ലോക്കാവും. കറക്റ്റാണ് കേട്ടോ, വയറ് ലോക്കാവും. അന്ന് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല, പിറ്റേ ദിവസം നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. സൂപ്പർ വീഡിയോ, എല്ലാം അടിപൊളി. ഇങ്ങനെ കൊതിപ്പിക്കരുത് ഇത്താന്ന് പറയുന്നുണ്ട്. ഓക്കെ മുത്തേ, നമ്മൾ ഇങ്ങനെ വെറൈറ്റി റെസിപ്പികളൊക്കെ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതേ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാനും കഴിച്ചു നോക്കാനും ഒക്കെയാണ് കേട്ടോ. പല ഡിഷും എൻ്റെ സ്വന്തം റെസിപ്പികളായിട്ടും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ സൺഡേ നമ്മളൊരു വിരുന്ന് വെച്ചിട്ടുണ്ട്, അതിൽ 2 റെസിപ്പി എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഉച്ചയ്ക്കിലുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. കറി ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ കറി വെച്ചില്ല, രസം വെച്ചു കേട്ടോ വേറെ. പിന്നെ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം. ഉപ്പേരിക്ക് ഞാൻ അവരക്ക മുറിച്ചെടുക്കുകയാണ്. ഇവിടെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരക്ക കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ കുഞ്ഞതാക്കി മുറിച്ചെടുത്ത് നമ്മുടെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും ജീരകവും, ഇവിടെ എല്ലാ ഉപ്പേരിയിലും കടുകും ചെറിയ ജീരകവും താളിക്കും. അതേപോലെ കറികളിലും ഇടും കേട്ടോ. അത് നല്ല സംഭവമാണ്, നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് കഴുകിയിട്ട് നമ്മളിതാ എണ്ണ ചൂടായ പിന്നെ കടുകും ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച നമ്മുടെ വലിയുള്ളിയും പച്ചമുളകും അതുപോലെ അവരക്ക മീൻസ് കൊത്തവരയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിലക്കടലയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഞാൻ കടല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിലക്കടലയാണ് കേട്ടോ. നമ്മൾ പൊതുവേ കടല പുഴുങ്ങി കടല എടുത്തു ഇങ്ങനെയൊക്കെയല്ലേ പറയുക, നിലക്കടല എന്നങ്ങ് മെൻഷൻ ചെയ്യാറില്ല. അങ്ങനെ ഉപ്പേരിക്ക് വേണ്ട തേങ്ങ ഒക്കെ പൊളിച്ചെടുത്തു. ഒരു സിപ്പ് വെള്ളം, അതിൻ്റെ അപ്പുറം ഉണ്ടാവാറില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്കൊരു കോൾ വന്നതാണ്, അതൊന്ന് അറ്റൻഡ് ചെയ്തു. പിന്നെ തേങ്ങ എൻ്റെ ഉപ്പേരിക്കൊക്കെ, നമ്മളിവിടെ തോരനും ഉപ്പേരിക്കൊക്കെ ഉപ്പേരി എന്ന് പറയും. മലപ്പുറം സൈഡ് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സ്ലാങ്ങാണ് കേട്ടോ എനിക്ക് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ തോരന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഒന്ന് തിരുമ്മി അതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് രസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, രസം ഭയങ്കര സിമ്പിളായിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. 2 തക്കാളി എടുത്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു, കഴുകിയതാണ്. പിന്നെ ജീരകവും കടുകും കുരുമുളകും ഇട്ടു. പിന്നെ നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഉപ്പേരിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരിക കേട്ടോ. അത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമ്മുടെ ഈ രസം ഉണ്ടാക്കൽ. ഞാൻ ഇതിലോട്ട് പരിപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഉപ്പേരി വെന്തപ്പോൾ അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് തോരനിലോട്ടൊക്കെ അത്യാവശ്യം തേങ്ങ വേണം കേട്ടോ, അത് ശീലിച്ചു പോയി. ഉപ്പേരി ആകുമ്പോൾ പിന്നെ ഞാൻ തേങ്ങ ഇടില്ല. ഇത് രണ്ടും കൂടെ എന്താ പറയുക വ്യത്യാസം ഉണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ വന്നപ്പോഴാണ് എനിക്കറിയാൻ തുടങ്ങിയത് കേട്ടോ. അവിടെ ആകുമ്പോൾ നമ്മുടെ മലപ്പുറത്ത് എല്ലാം ഉപ്പേരിയാണ്, അവിടെ അധികം തേങ്ങ യൂസ് ചെയ്യാറില്ലല്ലോ നമ്മൾ. മലപ്പുറം ബോർഡർ ആയതുകൊണ്ടാണ് ഞാൻ മലപ്പുറത്ത് എന്ന് പറയുന്നത്. ആ ഒരു കൾച്ചറിൽ ഫുഡാണെങ്കിലും ഒക്കെ ജീവിച്ചത് കൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ പറയുന്നത്. ആക്ച്വലി എൻ്റെ കറക്റ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് പാലക്കാട് തന്നെയാണ് കേട്ടോ.
പിന്നെ ഇതാ നമ്മൾ രസം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ജീരകവും കടുകും ഇട്ട് കൊടുത്തു. ഒന്ന് പൊട്ടിച്ച ശേഷം മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് അരപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയ ശേഷം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ആ പുളിയും ഉപ്പൊക്കെ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചു. അതിന് ശേഷം ഞാനിതാ ചെറിയുള്ളി ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളിയും വലിയുള്ളിയും ഒന്നോ രണ്ടെണ്ണോ ഒക്കെ എടുത്തോളൂ. മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ രസം, ചോറ്, പിന്നെ അതിലോട്ട് എന്തെങ്കിലും ഒരു നോൺ വെജിൻ്റെ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പേരിയൊക്കെ ആക്കിയിട്ട് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ കുക്കർ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകം, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, പിന്നെ നമ്മുടെ ചെറിയുള്ളി ഏകദേശം ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ടാവും. അതിലോട്ട് ഒരു വലിയുള്ളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ചെറിയുള്ളി ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളിയും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം ഞാനിവിടെ 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താണ്, നന്നായിട്ട് തന്നെ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കിയെടുത്ത ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മട്ടൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. പൊടികളുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ, അതൊന്നും പ്രശ്നമല്ല. ഇനി ഇതാ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ മട്ടനും കറിവേപ്പിലയും കൂടെ ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു മസാലയൊന്ന് കുറച്ച് വെള്ളമയം വരട്ടെ. പിന്നെ ഈ സംഭവം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഫ്രഷ് ക്രീം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അത് ഒരുപാട് എടുത്ത് വെച്ചാൽ കേട് വന്ന് പോവില്ലേ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് കേട്ടോ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി കുക്കറിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ച് കൊടുത്താൽ മട്ടൻ ഇവിടെ സൂപ്പറായിട്ട് വേവ് കേട്ടോ. അപ്പോൾ ഇതാ വിസിലൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് സമയം ആവി കംപ്ലീറ്റ് പോയ ശേഷം മാത്രം നമുക്കിത് തുറന്നു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് തുറന്നും കൊടുക്കുന്നുണ്ട്. നല്ലപോലെ എണ്ണയൊക്കെ മുകളിലോട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വറ്റിച്ചെടുക്കുക അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി നമ്മളെല്ലാം വഴറ്റി ചേർത്തി വെച്ചതല്ലേ. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടി ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്ത് കുറച്ച് മല്ലിയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇച്ചിരി ഗരം മസാലയും പെപ്പറൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി ഇവിടെ സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ മട്ടൻ ഗ്രേവി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ചൂപ്പല്ലി ഇക്കാൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്കാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനൊന്നും കഴിക്കാറില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരിയും കൂടി ഒന്ന് ആക്കി കൊടുത്ത് അടിച്ചങ്ങ് വെച്ചു. അപ്പോഴത്തേക്കും ഉപ്പിയും ഇക്കയും കൂടെയും പള്ളിയിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി. അവർ പോകുന്ന സമയം കൊണ്ട് തന്നെ എൻ്റെ ലഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് ഒന്ന് തുടയ്ക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലോട്ട് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗസ്റ്റ് മീൻസ് നമ്മുടെ കസിൻ തന്നെയാണ്, അല്ലാണ്ട് വലിയ ഗസ്റ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിലത്തെ ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പി ഇക്കയും കൂടി പോയി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇക്ക വേറൊരു കളറ് ഡ്രസ്സ് ഇട്ടിട്ട് പോയപ്പോൾ വെള്ള ഡ്രസ്സല്ലേ വെള്ളിയാഴ്ച പള്ളിക്ക് ഇടാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ വെള്ള എന്ന് പറയുമ്പോൾ അതിനൊരു വേറെ തന്നെ ഒരു ലുക്കാണല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നീറ്റായിട്ട് പോവുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ എന്താ പറയുക, ഇനി കുറച്ച് നേരം എല്ലാവരുടെ അടുത്ത് ഇരുന്ന് വർത്താനൊക്കെ പറയും. പക്ഷേ എനിക്ക് വർത്താനം പറഞ്ഞിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഒരു ജസ്റ്റ് ഹൈ ബൈ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പോന്ന്. അടുക്കളയിൽ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, പിന്നെ തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൊതുവേ എൻ്റെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് വർത്താനം പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവം ഇല്ല. എനിക്കത് സമാധാനം ഉണ്ടാവില്ല. വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ഞാൻ അവിടെ സമാധാനത്തോടെ ഇരുന്ന് വർത്താനം പറയും. അത് അങ്ങനെ ശീലിച്ചു പോയിട്ടോ ഞാൻ. അപ്പോൾ ഇതാ കുറച്ച് തുണികളൊക്കെ എടുത്ത് വെക്കണ്ടായിരുന്നു, എടുത്ത് വെച്ച് തുടക്കലും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആദ്യം തന്നെ സോറി പറയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ ശരിക്കും എല്ലാവർക്കും ബൈ.